മലപ്പുറം മക്കരപ്പറമ്പിൽ ഒരാൾ കിണറ്റിൽ വീണു. മക്കരപ്പറമ്പ് സ്കൂളിന് സമീപത്തെ കിണറ്റിലാണ് വീണത്. ഇയാളെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദൃശ്യങ്ങളും പ്രതികരണങ്ങളും ആദ്യം. സ്കൂളിന് പിറകുവശത്തുള്ള ഈ ഒരു പറമ്പിൽ കിണറ്റിൽ ഒരാളെ നാട്ടുകാർ കാണുന്നത്. പിന്നാലെ ഇന്നലെ CCTV ദൃശ്യത്തിൽ 11 മണിയോടുകൂടി ഇയാൾ ഈ മതിൽ ചാടുന്നതൊക്കെ ദൃശ്യത്തിലും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും ഫയർഫോഴ്സും പോലീസും എത്തി ഇയാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നാട്ടുകാർ, പ്രദേശവാസികൾ തന്നെ നമ്മളോട് ഇപ്പം ചേർന്ന് എന്താണ് സംഭവിച്ചതെന്നൊരു വ്യക്തത വന്നോ? കുടുംബനാഥ അവർ കഴിഞ്ഞ ദിവസം കിണർ ശുചീകരിച്ചിരുന്നു. അപ്പോൾ കിണർ ശുചീകരിച്ചതിന് ശേഷം വെള്ളമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി രാവിലെ 9 മണിക്ക് വരുമ്പോൾ ഒരാൾ ഇതിൽ കിടക്കുന്നു കണ്ടു. അപ്പോൾ നമ്മൾ സമീപത്തിലുള്ള വീടുകളിലൊക്കെ പരിശോധിച്ചപ്പോൾ സമീപത്തെ വീടുകളിൽ നിന്ന് CCTV ദൃശ്യത്തിൽ അദ്ദേഹം പതിഞ്ഞിട്ടുണ്ട്. രാത്രി 2:30 മണിക്കാണ് അദ്ദേഹത്തെ CCTVയിൽ വന്നിട്ടുണ്ട്. ഒരു മതിൽ ചാടുന്ന വിഷ്വലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തുടർച്ചയായി ഇവിടെ വീടിൻ്റെ പല വീടുകളിലും മുട്ടുന്ന, ശല്യപ്പെടുത്തുന്ന, ആളനക്കം കാണുന്ന ഒരു ശല്യമുണ്ട്. തുടർച്ചയായി ഈ മോഷണ ശ്രമവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ആരാണെന്നോ എന്താണെന്നോ ഒരു വ്യക്തത വന്നോ? അറിയുന്ന ആളാണോ? അറിയുന്ന ആളെ പിള്ളേർ പറഞ്ഞത് ഇവർ ഇങ്ങനെ അവിടെ പാറപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുന്നപ്പോൾ പിള്ളേർ പറഞ്ഞു ഇങ്ങനെ ചുവന്ന തട്ടിട്ട ആളാന്ന് പറഞ്ഞ്. അപ്പോൾ പിള്ളേർ പോയി നോക്കുമ്പോൾ നമ്മൾ അത് അധികം സംസാരിച്ചില്ല. അപ്പോൾ നമ്മൾ പിന്നെ നോക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ വൈകുന്നേരത്ത് പിന്നെ പാത്രം മുറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൂടെ പോയി ഇയാൾ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പരിസരത്തുണ്ട്. അപ്പോൾ മരത്തുമെന്ന് താഴെ ചാടി, ചീമക്കൊന്നെല്ലാം പൊട്ടിയിട്ട് ചാടിയത്. എന്തിനാണ് ഈ പരിസരത്ത് വന്നതെന്നോ ഈ പറമ്പിലൂടെ കറങ്ങി നടക്കുന്നൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം കാലങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളാണ്. 30 വർഷത്തോളമായി കോട്ടയത്തുള്ള ആളാണ്. നാസർ എന്നാണ് പേര്. അപ്പോൾ നമുക്ക് ഒരു സംശയഭേദം തന്നെ പറയാൻ കഴിയും അദ്ദേഹം മോഷണത്തിൽ വന്നത്. 2:30 മണിക്ക് അദ്ദേഹത്തോട് ചോദിച്ചാൽ ഞാൻ കിണർ നന്നാക്കാൻ വന്നു എന്ന് പറയുന്നത്. 2:30 മണിക്ക് ഈ കിണർ നന്നാക്കേണ്ട ആവശ്യമില്ലല്ലോ. രാത്രി 2:30 മണിക്കും 2 ദിവസം നന്നാക്കിയ കിണറുമാണ്. അപ്പോൾ തീർത്തും കളവ് പറയാണ്. മോഷണ ശ്രമം തന്നെയാണെന്നൊരു സംശയമില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ശല്യങ്ങൾ ഒഴിവാക്കാൻ നാട്ടുകാരുടെ വലിയ ശ്രദ്ധ ഈ ഭാഗത്തുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ കൂടി പോലീസും മറ്റു സംവിധാനങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു കൊടുക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അറിയിക്കാനുള്ളത്. എന്തായാലും അത്തരത്തിൽ പെട്ടെന്ന് ഒരാളെ ഇങ്ങനെ കിണറ്റിൽ അകപ്പെട്ട് കണ്ടതാണ് നാട്ടുകാർക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടാക്കിയത്. എന്തായാലും മോഷണ ശ്രമമാണെന്ന് തന്നെയാണ് ഒരു നിഗമനം. എന്തായാലും പോലീസും ഫയർഫോഴ്സും എത്തി ആളെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മലപ്പുറം മക്കരപ്പറമ്പ് നിന്നാണ് ഇത്തരത്തിലൊരു സംഭവം എന്തായാലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃത, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.